അതുപോലെ ന്യൂ ജനറേഷൻ സെക്ടർ സെക്രട്ടറിയായിരുന്ന ഉന്നതമായ ബിരുദ പഠനത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാദുഷാ എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരന് ആധുനിക ന്യൂ ജനറേഷൻ സംസ്കാരത്തിന്റെ കൂടെ കാതടപ്പിക്കുന്ന ഗാനമേളകളും ആർത്തിരമ്പുന്ന വൃത്തികേടുകളിലും ആടിത്തിമിർക്കുന്ന പ്രായത്തില് ആ ബാദുഷാ സാഹിത്യോത്സവിന്റെ സംഘാടകനാ, ആ ബാദുഷ SSFന്റെ പ്രബോധകനാ, ആ ബാദുഷ തന്റെ വീട്ടിൽ നിന്നൊരു ദിവസം ഇറങ്ങിപ്പോവുകയാ. എവിടേക്കാണ് ബാദുഷ കടന്നു പോകുന്നത്? കോഴിക്കോട് തൊട്ടടുത്ത് താമരശ്ശേരിയില് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ നവോത്ഥാന പൈതൃകത്തിന്റെ ആഗോള വിസ്മയങ്ങളായ നോളേജ് സിറ്റിയില് ഒരു നല്ല സദുദ്യമം നടക്കുന്നു എന്ന് കേൾക്കുമ്പോ തന്റെ വീട്ടിൽ നിന്ന് ബാദുഷ പടിയിറങ്ങിപ്പോകുമ്പോ അവിചാരിതമോ വിധിവിധേയമോ അറിയില്ല, യാദൃശ്ചികമാണോ എന്നറിയില്ല, ബോധപൂർവമാണോ എന്നറിയില്ല, വീട്ടിൽ നിന്ന് ഉമ്മയോട് യാത്ര ചോദിക്കുമ്പോ ആ ബാദുഷ പറഞ്ഞുവത്രേ, ഞാനെങ്ങാനും ഇപ്പോൾ മരിച്ചുപോയാൽ മഹാനായ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാരന്റെ ജനാസക്കരികിലെത്തുമല്ലോ ഉമ്മ. അവിചാരിതമായി യാദൃശികമായി തന്റെ മാതാവിനോട് യാത്ര ചോദിക്കുമ്പോ അതും പറഞ്ഞ് തന്റെ ബൈക്കിലേറിയ ബാദുഷാ എന്ന കൂട്ടുകാരന് ആ ബൈക്കും വിട്ട് നോളേജ് സിറ്റിയിലേക്ക് പോകുമ്പോ യാത്രയിടയിൽ എതിരെ വന്ന വാഹനവുമായി കൂട്ടിയിടിച്ച് ബാദുഷ ആക്സിഡന്റിൽപ്പെട്ട് റോട്ടിൽ പെടഞ്ഞു വീഴുമ്പോ ബാദുഷാ എന്ന SSF ന്റെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ തെറിച്ചു വീഴുന്ന റോട്ടില് ആ ബാദുഷാ സെക്ടറിലെ യൂണിറ്റുകളിൽ വിതരണം ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചു വച്ചിട്ടുള്ള SSFന്റെ സൽക്കുറലും ആ രക്തത്തിന്റെ കൂടെ ചെതറിത്തെറിക്കുകയാണ്. ആ ബാദുഷാ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ ചെറുപ്പക്കാരന്റെ ജനാസ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ജനാസയുടെ മുന്നിലേക്ക് ആ കുട്ടി ആഗ്രഹിച്ചതുപോലെ മഹാനായ കാന്തപുരം ഉസ്താദ് നിസ്കാരത്തിന് വരുമ്പോ ആ ഉമ്മ വീട്ടിൽ നിന്ന് ആശ്വസിച്ചതെന്താ? എന്റെ മോൻ ആഗ്രഹിച്ചതുപോലെ, എന്റെ മോൻ ചിന്തിച്ചതുപോലെ ലോകത്ത് ഇത്രത്തോളം തിരക്കുള്ള മറ്റൊരു ആലിമാരാ. ആ കാന്തപുരം ഉസ്താദ് തന്റെ ചെറിയ മകന്റെ ജനാസക്കരികിലെത്തി നിൽക്കുകയാ. വെള്ളവസ്ത്രധാരികളായ ആലിമീങ്ങളും സാദാത്തുക്കളും നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ അന്തരീക്ഷത്തിലാ ബാദുഷാ എന്ന് പറയുന്ന ചെറിയ കുട്ടിയുടെ ജനാസ വീട്ടിൽ നിന്നിറക്കിക്കൊണ്ടുപോകുന്നത്. ഞാൻ ഏതാനും കാലങ്ങൾക്ക് മുമ്പ് ആ വെള്ളിമാട് ബാദുഷയുടെ നാട്ടിൽ ഒരു മതപ്രഭാഷണത്തിന് പോകുമ്പോ അവിടത്തെ പ്രവർത്തകന്മാര് പറയുകയാണ്, ആ ബാദുഷ വല്ലാതെ ബുർദയെ പ്രേമിച്ച കുട്ടിയാണ്. വൃത്തികെട്ട ആഭാസങ്ങൾ സംസ്കാരങ്ങളായി അടിച്ചേൽപ്പിക്കപ്പെടുന്ന പട്ടുറുമാലിന്റെ പുറമെ അതുപോലെ സിനിമാ പാട്ടുകളുടെ പിറകെ പോകുന്ന ന്യൂ ജനറേഷൻ തെരുവുകളിൽ നിന്ന് സാഹിത്യോത്സവങ്ങളിലൂടെ, സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ, ക്യാമ്പുകളിലൂടെ, സർക്കിളുകളിലൂടെ ഈ സംഘടന വാർത്തെടുക്കുന്ന തലമുറയാ ഞാൻ പറയുന്നത്. ആ ബാദുഷ ബുർദയുടെ പ്രേമിയാണ്. ആ ബാദുഷ മരിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ വീടിന്റെ തൊട്ടടുത്തതാ ഒരു സ്റ്റേജ് കെട്ടുകയാണ്. ആ സ്റ്റേജ് കെട്ടിയിട്ട് ബാദുഷ പറഞ്ഞുവത്രേ, എല്ലാ മാസവും എന്റെ വീട്ടിൽ ഒരു ബുർദയുടെ മജ്ലിസ് ഒരുക്കണോ. ആ ഹാപ്പി ന്യൂ ഇയറിന്റെ തെരുവുകളിൽ മദ്യം കുടിച്ച് തെരുവുകളിൽ ആടിത്തിമിർത്ത സാമുദായിക മാപ്പിളമാരുടെ മുഖത്ത് വൈകൃതങ്ങൾ ഏൽപ്പിക്കുകയും ആഘാതങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഈ സമുദായത്തിലെ മാതാക്കളുടെ മാരിടത്തിൽ പറന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ മുന്നില് എങ്ങനെയാ SSF തിരുത്തു പറയുന്നത്? ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധന വിപ്ലവങ്ങൾ എത്രയാ? മരണപ്പെടുന്നതിന്റെ മുമ്പ് തന്റെ വീടിന്റെ മുറ്റത്തൊരുക്കിയ സ്റ്റേജില് മാസാമാസം ബുറുദ നടത്തണമെന്ന് ആഗ്രഹിച്ചോ. അത് സാധിപ്പിച്ചെടുക്കുന്നതിന്റെ മുമ്പ് ബാദുഷ മരണപ്പെട്ടു പോവുകയാണ്. വളരെ ഉദാരമതിയായ സമുദായ സ്നേഹിയായ ഉലമാക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന ബാദുഷാ എന്ന് പറയുന്ന മുസ്ലിം കുട്ടിയുടെ പിതാവ് ആ കുട്ടി ആഗ്രഹിച്ചതുപോലെ ആ ബാദുഷ ഒരുക്കിയ സ്റ്റേജിൽ എല്ലാ മാസവും അവിടെ ബുർദ നടക്കുകയാണ്.
ആലിമല്ല, തങ്ങളല്ല, കേവലം സെക്ടർ തലത്തിൽ പ്രവർത്തിച്ച ഈ സംഘടനയിലെ ഒരു സാധാരണ പ്രവർത്തകൻ, ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ ഒരു പ്രവർത്തകൻ, ആ പ്രവർത്തകൻ ഉദ്ദേശിച്ച് ആഗ്രഹിച്ച് നടക്കാതെ പോയ ബുറുദ മാസാമാസം ബാദ്ശായുടെ വീടിന്റെ പരിസരത്ത് സംഘടിപ്പിക്കപ്പെടുമ്പോ പരിസരത്തെ മുസ്ലിം ഉമ്മമാർ തങ്ങൾ അനുഭവിക്കുന്ന 100 കൂട്ടം പ്രയാസങ്ങൾക്ക് പരിഹാരമായി ബാദ്ശാ എന്ന് പറയുന്ന SSFകാരന്റെ പേരിലുള്ള ബുറുദ മജ്ലിസിലേക്ക് പലതും നേർച്ചയാക്കി ആഗ്രഹങ്ങൾ വീടുകയാണ്, അവരുടെ ഉദ്ദേശങ്ങൾ വീടുകയാണ്. ഇതാണ് സാഹിത്യോത്സവങ്ങളിലൂടെ സംഘടന സമുദായത്തിന് നൽകുന്ന സംഭാവന. അദ്ദിബൂ ഔലാദക്കും അലാ സലാസി ഖിസാൽ, നിങ്ങളെ മക്കളെ സംസ്കാരമുള്ളവരാക്കി മാറ്റുക. ആ സംസ്കാരമാണ് ഈ ഉമ്മത്തിന് അവരുടെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന തലമുറ. വിദ്യാഭ്യാസ മേഖലകളിൽ, അതുപോലെ സാഹിത്യ മേഖലകളിൽ, സാംസ്കാരിക മേഖലകളിൽ വളർന്നുവരുന്ന കുട്ടികൾ, യുവതികൾ സാഹിത്യങ്ങളുടെ പേരിൽ, യുവജനോത്സവങ്ങളുടെ പേരിൽ, അതുപോലെ ടൂറുകളുടെ പേരിൽ അനിയന്ത്രിതവും ആഭാസകരവുമായി ഇതര ആളുകളുമായി ഇടകലർന്നു സംഘടിപ്പിക്കപ്പെടുന്ന അത്തരം സംവിധാനങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ബന്ധങ്ങൾ ഒളിച്ചോട്ടങ്ങളായി, മതനിരാസങ്ങളായി അതപ്പതിക്കുമ്പോ വളർന്നു വരുന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ എല്ലാ സംസ്കാരങ്ങളും ഷണ്ഡീകരിക്കാനുള്ള വൃത്തികേടുകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോ ആ വൃത്തികേടുകളിൽ നിന്ന്, സാംസ്കാരികമായ മോശത്തരങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന തലമുറയെ അഭ്യസ്തവിദ്യരും ആത്മീയ വിദ്യയുള്ളവരും സംസ്കാര സമ്പന്നതയുള്ളവരുമാക്കിയ ഒരു തലമുറയെ സമുദായത്തിൽ വാർത്തെടുത്ത് അള്ളാഹുവിന്റെ മതം അതാതു കാലഘട്ടങ്ങളിൽ ആവശ്യപ്പെടുന്ന ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രജ്വലമായ അധ്യായങ്ങളാണ് ലക്ഷങ്ങൾ മുടക്കി. എന്താണ് ഒരു പാട്ടും കളിയും എന്ന് ചിന്തിക്കുന്നതിനപ്പുറം ഈ രാജ്യത്ത് നമുക്ക് ചെയ്യാനുള്ള ആയുധങ്ങൾ അത് തന്നെയാണ്. സിനിമകളിലൂടെയാണ്, സാഹിത്യങ്ങളിലൂടെയാണ് പലപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ സംസ്കാരം തച്ചുടക്കപ്പെടുന്നത്. തങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടുകൊണ്ടിരിക്കുന്ന, സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും വൃത്തികെട്ട വില്ലനായി പ്രതിഷ്ഠിക്കപ്പെടുന്നത് താടിവെച്ച മുസ്ലിം കാരണവരാണ്, തലപ്പാവ് വെച്ച മുസ്ലിം പണ്ഡിതനാണ്. തങ്ങളുടെ മന്ത്രവും മോലിയാരുടെ വയലും എല്ലാം ഇത്തരം സിനിമകൾ, സാഹിത്യങ്ങളുടെ പേരിൽ സമുദായ മനസ്സുകളിൽ നിന്ന് തച്ചുടക്കപ്പെടുമ്പോ സാഹിത്യത്തിന്റെ മുന്നിൽ, സാംസ്കാരിക ജീർണതകളുടെ മുന്നിൽ ഈ ഉമ്മത്തിന്റെ അസ്തിത്വം തിരിച്ചുപിടിക്കാനുള്ള ഇതുപോലെയുള്ള ആദർശ ആത്മീയ പോരാട്ടങ്ങളിൽ നമ്മുടെ എല്ലാ പിന്തുണയും പ്രചോദനങ്ങളും പിൻബലങ്ങളും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി സാധുക്കളായ നമ്മൾ, ലക്ഷക്കണക്കായ നമ്മുടെ സഹപ്രവർത്തകർ, സംഘടനാ നേതാക്കൾ, അതുപോലെയുള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി മരണം ഖൈറാകുന്ന സമയത്ത് ആഖിബത്ത് നന്നായി മരിച്ച് ജീവിതം ഖൈറാകുന്ന കാലത്ത് ദീർഘകാലം ദീനിന് ഖിദ്മത്തെടുത്ത് അള്ളാഹു പൊരുത്തപ്പെടുന്ന അടിമകളായി ലോകത്തിൽ നിന്ന് വിട പറയാൻ നമുക്കൊക്കെയും അള്ളാഹു തആല തൗഫീഖ് നൽകും. അതുപോലെ दर्दीनो दुनिया शाद कुन, दर्दीनो दुनिया शाद कुन, या गौसे आज़म बस फकीर